ഉത്തരായണം. ഭീഷ്മരുടെ വിടവാങ്ങൽ. യുധിഷ്ഠിരന് മനഃശാന്തിയുണ്ടായില്ല. അദ്ദേഹം ശത്രുക്കളെ ജയിച്ചു. ദുര്യോധനനിൽ നിന്ന് സ്വരാജ്യവും തിരിച്ചു കിട്ടി. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ രാജ്യം ഭരിക്കണമെന്ന് മോഹമില്ല. അദ്ദേഹം അത്യധികം വിഷണ്ണനായി തീർന്നു. യുദ്ധത്തിൽ തന്റെ വലിയച്ഛന്റെ മക്കളെയും മഹാരഥന്മാരായ എല്ലാ രാജാക്കന്മാരെയും കൊലപ്പെടുത്തേണ്ടി വന്നു. ഈ മഹായുദ്ധം താൻ കാരണമെന്ന് ആലോചിക്കുമ്പോൾ വെറുപ്പ് തോന്നി. ഇത് സംഭവിക്കാൻ അനുവദിച്ചത് തെറ്റായി എന്ന് തോന്നി അദ്ദേഹത്തിന്. ഇതിന് ഞാനാണ് കാരണം, എൻ്റെ രാജ്യലോഭമാണ് ഇതെല്ലാം വരുത്തിക്കൂട്ടിയത് എന്നിങ്ങനെ അദ്ദേഹം വീണ്ടും വീണ്ടും ചിന്തിച്ചു. അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ കൃഷ്ണൻ ആവുന്നതും ശ്രമിച്ചു. വിജ്ഞാനപ്രദങ്ങളായ പല സമാധാന വാക്കുകളും പറഞ്ഞു. കൃഷ്ണൻ തുടർന്നു: ഞാൻ പറയുന്നത് കേൾക്കൂ. വിധിയാണ് ഇതിനെല്ലാം കാരണം, അങ്ങല്ല. അധാർമികരായ ധാർത്തരാഷ്ട്രർ മരിക്കേണ്ടവരാണ്. അവർ അങ്ങയുടെ നേരെ ചെയ്ത പ്രവൃത്തികളെല്ലാം ഓർത്തു നോക്കൂ. എൻ്റെ സഹോദരി ദ്രൗപദിയുടെ മുടി പിടിച്ചു വലിച്ച് സഭയിൽ കൊണ്ടുവന്ന് ആ ഒരു സംഭവത്തെ സ്മരിക്കൂ. അത് ഓർക്കുമ്പോൾ തന്നെ അങ്ങയുടെ രക്തം തിളയ്ക്കുന്നില്ലേ? ആ ഒരേ ഒരു പാപത്തിന് തന്നെ അവരെല്ലാം വധ്യരാണ്. എൻ്റെ മഹാരാജാവേ, അങ്ങ് ദുഃഖിക്കരുത്. ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തുകയല്ല. നാശത്തിനുള്ള വിത്തുകളായി ജനിച്ചവരാണവർ. ഈ ദുഃഖത്തിൽ നിന്നും ഉണർന്ന് അനുജന്മാരെയും ദ്രൗപദിയെയും സന്തോഷിപ്പിക്കുക. അവകാശത്താൽ സ്വന്തമായ രാജ്യം വീണ്ടെടുത്ത് സുഖിക്കുന്ന 5 പാണ്ഡവരെയും ഞാനൊന്ന് കൺകുളിർക്കെ കാണട്ടെ. എൻ്റെ ജീവിതോദ്ദേശം തന്നെ ഇതായിരുന്നു, കൗരവ സിംഹാസനത്തിൽ നിങ്ങളെ സ്ഥിരപ്രതിഷ്ഠരാക്കുക എന്നത്. വ്യാസനും നാരദനും കൃഷ്ണനെ അനുകൂലിച്ച് സംസാരിച്ചു. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. കർണനെ കൊന്നതായിരുന്നു യുധിഷ്ഠിരനെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ചത്. ദിവാനിശമിരുന്ന് അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിച്ച് ദുഃഖിക്കുകയായിരുന്നു. മഹാരാജാവിന്റെ ദുഃഖം കാരണം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മ്ലാനതയിൽ മുങ്ങി. ഒരു ദിവസം എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ ഒരു ദിവാസ്വപ്നത്തിലാണ്ട പോലെ കാണപ്പെട്ടു. പെട്ടെന്ന് ഇപ്രകാരം ആലോചന നിമഗ്നനാവാൻ എന്താണ് കാരണം? യുധിഷ്ഠിരൻ ചോദിച്ചു. കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ എന്നെപ്പറ്റി ചിന്തിക്കുകയും ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. യുധിഷ്ഠിര, അദ്ദേഹം ദേഹം വെടിയാൻ അധികം താമസമില്ല. എത്രയോ കാലമായി അദ്ദേഹം ആർജിച്ചിട്ടുള്ള വിജ്ഞാനസമ്പത്ത് ലോകത്തിന് നഷ്ടപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്തു പോവാനും രാജധർമ്മം തുടങ്ങി ഐഹികവും പാരത്രികവുമായ എല്ലാ ധർമാനുശാസനങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാനും ഞാൻ അങ്ങയെ നിർദ്ദേശിക്കുന്നു. ഉത്തരായണം അടുത്തു, പുറപ്പെടാൻ താമസിക്കേണ്ട. പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടി ബഹുമാന്യനും ആചാര്യപിതാമഹനുമായ ഭീഷ്മർ മരിക്കാൻ കിടക്കുന്ന കുരുക്ഷേത്രത്തിലേക്ക് പോയി. വീണുകിടക്കുന്ന ഒരു ദേവനെ പോലെയായിരുന്നു അദ്ദേഹം. അവർ കൈകൂപ്പി അദ്ദേഹത്തിന് ചുറ്റും നിന്നു. യുധിഷ്ഠിരന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരമുറിയാതെ ഒഴുകിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം പിതാമഹന്റെ സമീപം ചെന്ന് ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെയും അങ്ങയുടെ പേരക്കിടാങ്ങളുടെയും മരണത്തിന് കാരണക്കാരനും പാപിയുമായ യുധിഷ്ഠിരനാകുന്ന ഞാനിതാ വന്നിരിക്കുന്നു. ആ വയോവൃദ്ധൻ കെട്ടുപണഞ്ഞ കൈകൾ കൊണ്ട് പേരക്കിടാവായ യുധിഷ്ഠിരന്റെ തല തടവുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. ദുഃഖിച്ചിരിക്കുന്ന ആ രാജാവിനെ ആ യുദ്ധത്തിന്റെ അനിവാര്യത പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കുഞ്ഞെ, നീ എന്നെ കൊന്നു എന്ന് വിചാരിക്കരുത്. ജീവിതമാകുന്ന ബന്ധനത്തിൽ നിന്ന് നീ എനിക്ക് മോചനം തന്നിരിക്കുകയാണ്. കുരുസിംഹാസനം ഉറപ്പിച്ച ശേഷമേ ഞാൻ മരിക്കൂ എന്ന് വളരെ കാലം മുൻപ് തന്നെ എൻ്റെ അമ്മ സത്യവതിയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അമ്മയോടുള്ള വാഗ്ദാനം സാധിപ്പിച്ചതിന് നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ കുഞ്ഞെ, ജീവിതം എനിക്കിനി ഭാരമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിന്റെ ദുഃഖം അസ്ഥാനത്താണ്. അത് നിശേഷം തുടച്ചു മാറ്റൂ. അത് നിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ല. നീ ഒരു രാജാവാണ്. രാജാവിന് സ്വന്തമായി ഒരു വികാരവും പാടില്ല. രാജാവ് പ്രജകളുടെ സ്വത്താണ്. ഇനിമേലാൽ നിന്റെ ആധി പ്രജാസുഖത്തെ പറ്റി മാത്രമാവട്ടെ. അത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു: ഭഗവൻ, അദ്ദേഹത്തെ സമാധാനപ്പെടുത്താൻ ഞങ്ങളാലാവും വിധമൊക്കെ ഞങ്ങൾ ശ്രമിച്ചു. അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. നാരദനും സാധിച്ചില്ല. ഈ ദുഃഖം അസ്ഥാനത്താണെന്ന വ്യാസന്റെ ഉപദേശവും വ്യർത്ഥമായി. ഞങ്ങൾ പരാജയപ്പെട്ടെടുത്ത് അങ്ങ് വിജയിക്കും. ഭീഷ്മരുടെ നയനങ്ങൾ നനഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: കുട്ടികളെ, നിങ്ങൾ ആശ കൈവെടിയുന്നതറിഞ്ഞ് ഞാൻ വളരെ വ്യസനിക്കുന്നു. ജനിച്ചതു മുതൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകളെ ഉണ്ടായിട്ടുള്ളൂ. തന്റെ കുട്ടികളുടെ ഭാരം കുന്തിയിൽ അർപ്പിച്ച് പാണ്ഡു മരണമടഞ്ഞ അന്നു മുതൽ നിങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ടതിന് കയ്യും കണക്കുമില്ല.
മേഘങ്ങളെ കാറ്റ് അങ്ങുമിങ്ങും തട്ടി ഉരുട്ടുന്നത് പോലെ നിങ്ങൾ വിധിയുടെ കളിപ്പാവകളായിത്തീരുന്നു. അല്ലെങ്കിൽ സഹായത്തിന് സദാ സന്നദ്ധരായി ഇത്ര ശക്തന്മാരായ സഹോദരന്മാരുണ്ടായിട്ടും ഇത്രയും കാലം ധർമ്മപുത്രർക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കാത്തതിനെ ഒരുവനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? വിധിവിഗതികൾ ആർക്കും തടുക്കാവതല്ല. നമുക്ക് അത് ഗ്രാഹ്യവുമല്ല. അതറിയുന്ന ഒരാളുണ്ട്, അത് കൃഷ്ണനാണ്. അദ്ദേഹം അത് എത്രയോ മുമ്പ് അറിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ അമ്മാവന്റെ മകനായ ഈ യാദവൻ, നിങ്ങളുടെ സ്നേഹിതൻ, ഉപദേഷ്ടാവ്, ദൂതൻ, എന്തിനധികം പറയുന്നു, നിങ്ങളുടെ സാരഥി കൂടിയായ ഈ വസുദേവപുത്രൻ സാക്ഷാൽ നാരായണനല്ലാതെ മറ്റാരുമല്ല. ആ കൃഷ്ണന്റെ മഹാത്മ്യമറിയുന്നവർ വളരെ വിരളമാണ്. അവരിൽ ഒരാൾ ഋഷി നാരദനും മറ്റേയാൾ കപിലനുമാണ്. ഈ സംഭവങ്ങൾക്കെല്ലാം ഹേതുഭൂതൻ ഈ കൃഷ്ണനാണ്. ആ ചെയ്തികളുടെ സാധുത്വത്തെ ആർക്ക് ശങ്കിക്കാൻ കഴിയും? അദ്ദേഹം ഈശ്വരനാണ്. നമ്മെപ്പോലെ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങൾക്ക് അധീനനല്ല അദ്ദേഹം. ഈ യുദ്ധം വഴി നിങ്ങളെ നേർവഴിക്ക് നയിച്ച് രക്ഷിക്കാൻ അദ്ദേഹം ചുമതലയേറ്റു. അതദ്ദേഹം എന്തിനു ചെയ്തു? ഭക്തി എന്ന ഒരായുധമേ അദ്ദേഹത്തെ അധീനനാക്കാനുള്ളൂ. നിങ്ങൾക്ക് കൃഷ്ണനിൽ അപരിമിതമായ ഭക്തിയുണ്ട്. എന്നെ നോക്കൂ, മരണശയ്യയിൽ കിടക്കുന്ന എൻ്റെ മനസ്സ് കൃഷ്ണനിലാണ്. അത് അദ്ദേഹം അറിഞ്ഞു. എൻ്റെ ആഗ്രഹനിവൃത്തിക്കായി വന്നിരിക്കുകയാണ്. ഭക്തന്മാരാൽ ബന്ധനാണ് അദ്ദേഹം. ഈ സംഭാഷണമധ്യേ കൃഷ്ണൻ ഇങ്ങനെ അരുളി ചെയ്തു: അലയോ ഭീഷ്മരെ, ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കൈകൂപ്പിക്കൊണ്ട് ഭീഷ്മൻ പറഞ്ഞു: ഭഗവാൻ കൽപ്പിച്ചാലും. കൃഷ്ണൻ ഭീഷ്മരുടെ കൈപിടിച്ച് ഇപ്രകാരം അരുളി ചെയ്തു: ഭീഷ്മ, അങ്ങ് ഗംഗയുടെ പുത്രനാണ്. അങ്ങ് ഒരു മാതൃകാ രാജാവാകണമെന്ന് മോഹിച്ച് അവൾ സകല ശാസ്ത്രങ്ങളും ഭരണനീതി, രാജധർമ്മം മുതലായ എല്ലാ ധർമ്മങ്ങളും ദേവാചാര്യരായ ബൃഹസ്പതി, ശുക്രൻ എന്നിവരെ കൊണ്ട് അങ്ങയെ പഠിപ്പിച്ചു. ഇപ്പോൾ അങ്ങ് ദേഹം വെടിയാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങയുടെ പേരക്കിടാവായ ഈ യുധിഷ്ഠിരനെ രാജ്യഭരണ നിയമങ്ങൾ പഠിപ്പിക്കാമോ? അങ്ങയുടെ എല്ലാ വിജ്ഞാനവും ദാനം ചെയ്യുക. അതിനുള്ള അർഹത യുധിഷ്ഠിരനു മാത്രമാണ്. അങ്ങനെയാകട്ടെ എന്ന് ഭീഷ്മർ പറഞ്ഞു. അങ്ങനെ 54 ദിവസം കൊണ്ട് അദ്ദേഹം സമ്പാദിച്ചിരുന്ന വിജ്ഞാനം മുഴുവൻ യുധിഷ്ഠിരനെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചിരകാല പ്രാർത്ഥിതമായ ഉത്തരായണവും വന്നുചേർന്നു. 10 ദിവസം കൗരവ സൈന്യാധിപത്യം വഹിച്ച് 10-ാം ദിവസം സന്ധ്യയ്ക്ക് ശരശയ്യയിൽ വീണപ്പോൾ ദക്ഷിണായനമായതിനാൽ ജീവത്യാഗത്തിന് വിമനസ്സായിരുന്ന ഭീഷ്മർ ഇപ്പോൾ ജീവൻ വെടിയാൻ തയ്യാറായി. ദക്ഷിണായനത്തിൽ മരിക്കുന്നവന് പുനർജന്മം വേണ്ടിവരുമെന്നാണ് പറയപ്പെടുന്നത്. കൗരവവംശത്തിന്റെ ഉത്തമപുത്രന്മാരിൽ അത്യുത്തമനായി പ്രശോഭിച്ച ഭീഷ്മർ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരുക്കമായി. അദ്ദേഹം കൃഷ്ണനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഹേ പരമാത്മാവായുള്ളവനെ, പ്രാണൻ വെടിയുന്ന നിമിഷത്തിൽ ഏതൊരാളും കണ്ണടച്ച് ഭഗവത് സ്വരൂപം മനസ്സിൽ ധ്യാനിക്കണമെന്നാണ് പറയാറുള്ളത്. എന്നാൽ സർവേശ്വരനായ അവിടുന്ന് എന്റെ സമീപത്തുണ്ടാവാനുള്ള ഭാഗ്യം എനിക്കിതാ കൈവന്നിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ബഹുമതി എന്താണുള്ളത്? ഭീഷ്മർ പൂക്കൾ കൊണ്ട് കൃഷ്ണനെ പൂജിച്ചു. അദ്ദേഹം നിശബ്ദനായി. അദ്ദേഹത്തിന്റെ ചിത്തം കൃഷ്ണനിൽ തന്നെ ലീനമായി. യാത്ര ചെയ്ത് ക്ഷീണിതനായ പഥികൻ ദീർഘനിശ്വാസം വിടും പോലെ അദ്ദേഹത്തിന്റെ പ്രാണൻ സ്വശരീരത്തെ വിട്ടു. ഭീഷ്മർ സ്വർഗം പൂകി.